ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനി ഗുരുതരമായ സുരക്ഷാ വീഴ്ച വരുത്തുന്നതായി ആക്ഷേപം. പൊതുജനങ്ങളുടെ ജീവനും യാത്രാ സൗകര്യത്തിനും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ഗതാഗത മന്ത്രിക്കും സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം നജീബ് മണ്ണയിൽ നിവേദനം നൽകി. ദേശീയപാത 66 ഓച്ചിറ മുതൽ കാവനാട് വരെയുള്ള ഭാഗത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനിയായ വിശ്വസമുദ്രം നടത്തുന്ന ഗുരുതരമായ കെടുകാര്യസ്ഥതയ്ക്കും സുരക്ഷാ വീഴ്ചയ്ക്കുമെതിരെയാണ് ശക്തമായ പ്രതിഷേധമുയരുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം നജീബ് മണ്ണിൽ കേന്ദ്ര ഗതാഗത മന്ത്രിക്കും സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിക്കും നിവേദനം സമർപ്പിച്ചു. അശാസ്ത്രീയമായ നിർമ്മാണം, ക്വാളിറ്റി ഇല്ലാത്ത തരത്തിലുള്ള നിർമ്മാണം. ഞാനും ഒരു കരാറുകാരനാണ്, പക്ഷേ അത് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. അത്ര മോശം ഒരു വർക്ക് ഈ നാഷണൽ ഹൈവേയിൽ എങ്ങും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനെതിരെ നമ്മൾ ശക്തമായി നേരിടും. ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ ഹൈസ്കൂൾ ജംഗ്ഷനിൽ കുഴിയെടുത്തിട്ട് 2 മാസമായി. നേരെ കുറുകെ ഹൈസ്കൂൾ ജംഗ്ഷൻ നാഷണൽ ഹൈവേക്ക് കുറുകെ കോൺഗ്രസ് ഭവൻ്റെ സമീപത്തൊരു 15 അടി വീതിയിൽ 10 അടി താഴ്ചയിൽ ഒരു ഓടയ്ക്ക് വേണ്ടി കുഴിയെടുത്തിട്ട് 2 മാസമായി. ഇതുവരെ അതൊരു 3 ദിവസത്തെ പണിയേ ഉള്ളൂ. എൻ്റെ കണക്കൂട്ടലിൽ ഒരു 3 ദിവസം കൊണ്ട് പ്രീകാസ്റ്റ് ഡ്രെയിനേജാണത്. അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാണ്. അത് ലേ ചെയ്യുന്നതിന് 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തെ വർക്കിന് വേണ്ടി 2 മാസമായിട്ട് ഇട്ടിരിക്കുന്നു. ഇത് മാത്രമല്ല, എത്ര ജീവനാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള ബൈക്കുകാർ. ഇപ്പോൾ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് മൻസൂറിൻ്റെ മകൻ ആ ബാരിക്കേഡിലിടിച്ച് ഗുരുതരമായ പരിക്ക് പറ്റി തിരുവനന്തപുരത്ത് ഇപ്പോഴും അഡ്മിറ്റാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാത്തതിനാൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മഴയില്ലാത്ത സമയങ്ങളിൽ നിർമ്മാണം മന്ദഗതിയിലാക്കുകയും കടുത്ത മഴയുള്ള സമയത്ത് അപകടകരമായ രീതിയിൽ അശാസ്ത്രീയമായി ടാറിംഗ് നടത്താൻ ശ്രമിക്കുകയുമാണ് കമ്പനി ചെയ്യുന്നതെന്ന് ഇദ്ദേഹം ആരോപിച്ചു. ജനപ്രതിനിധികൾ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും പൊതുജനങ്ങളുടെ ജീവനും യാത്രാ സൗകര്യത്തിനും പുല്ലുവില കൽപ്പിക്കുന്ന സമീപനമാണ് കരാറുകാർ സ്വീകരിക്കുന്നതെന്നും നജീബ് മണ്ണിൽ പറഞ്ഞു. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ മനുഷ്യന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഒട്ടനവധി ജീവൻ പൊലിയുന്ന തരത്തിൽ പലയിടത്തും അപകട കെണികൾ ഒരുക്കിക്കൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് ഒരു വർഷത്തിൽ 3-4 മാസമാണ് മഴയില്ലാത്ത ഒരു കാലാവസ്ഥ കിട്ടുന്നത്. ആ സീസൺ സമയത്ത് ഇവർ ഉഴപ്പി കാര്യമായ ജോലികൾ ചെയ്യാതെയും അതിനുശേഷം മഴക്കാലത്ത് അശാസ്ത്രീയമായി ടാറിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുകയും പലയിടത്തും ഒരാൾ പ്രിയം താഴ്ചയിൽ വൻ കുഴികൾ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളോ ബാരിക്കേഡോ ഇല്ലാതെ പലയിടത്തുന്നതായി നാഷണൽ ഹൈവേ വഴി സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് യാതൊരു വിധമായ അറിവുമില്ല ഇവിടെ ഈ കുഴിയുണ്ടെന്ന്. അതിനുള്ള സൈൻ ബോർഡുകൾ വയ്ക്കാൻ അവർ കൂട്ടാക്കിയിട്ടില്ല. നിരവധി തവണ 2 തവണ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കരുനാഗപ്പള്ളി താലൂക്ക് വികസന സമിതിയിൽ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. അത് കോൺട്രാക്ടറാണ്, NHAയുടെ ആൾക്കാരും അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പുല്ലുവിലയാണ് ജനപ്രതിനിധികളുടെയും മറ്റുദ്യോഗസ്ഥന്മാരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് അവർ നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.